ഒരിറ്റ് ജലത്തിനായി നെട്ടോട്ടം ഓടുന്ന വീട്ടമ്മമാരുടെ ദുരിത ജീവിതമാണ് കൊച്ചിൻ കോർപ്പറേഷനിലെ പൂണിത്തുറയിൽ ഞങ്ങൾ കണ്ടത്. ജലക്ഷാമം രൂക്ഷമായതിനാൽ ദൈനംദിന ജീവിതത്തിൽ പെടാപ്പാട് അനുഭവിക്കുകയാണ് ഇവിടുത്തുകാർ. തടസ്സമുണ്ടാകാതെ വെള്ളം എന്നു വരുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ജല അതോറിറ്റിക്കും ഇല്ലാതായതോടെ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. കുടിവെള്ളത്തിന്റെ പ്രശ്നം എങ്ങനെയാ? അയ്യോ, ഇതുവരെ ഒരു തുള്ളി വെള്ളം പൈപ്പിൽ വന്നിട്ടില്ല. അന്ത്യ വെള്ളം പാത്രം കൊണ്ട് അവരെല്ലാവരും ഒക്കെ കണ്ട് പാത്രം കൊണ്ട് ഒരു തുള്ളി വെള്ളം വീണ സന്ധ്യ ആയപ്പോൾ തിരിച്ച് പാത്രം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല. പൊന്നെ ദൈവത്തോർത്ത് എനിക്ക് വെള്ളം ഇത്തിരി എത്തി കിട്ടിയാൽ മതി. വെള്ളത്തിന് കിടന്ന് അത്രയ്ക്കും വിഷമിക്കുന്നുണ്ട്. പൈപ്പ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്, പക്ഷെ വെള്ളം വന്നിട്ടില്ല. പൈപ്പ് ഇട്ടിട്ട് ഈ സമയം വരെയായിട്ടും ഒരു തുള്ളി വെള്ളം ഈ പൈപ്പിൽ നിന്ന് എനിക്കൊരു ചായക്ക് പോലും വെള്ളം എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് കണ്ട പൈപ്പ് ഇതൊക്കെ മഴ പെയ്തൊക്കെ മൂടി എല്ലാവരും ഇതായി കിടക്കുന്നു. കുളിക്കണം, വസ്ത്രം മാറണമില്ല, പക്ഷെ അതിന് പോലും നിവർത്തിയില്ല. അയലക്കം വീട്ടിൽ നിന്നൊക്കെയാണ് എനിക്ക് വെള്ളം തന്ന് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. തുണികളൊക്കെ കൂട്ടിയിരിക്കും. നമുക്കൊന്നും മനുഷ്യനെ എടുത്ത് വെള്ളം കൊണ്ട് ഡ്രസ്സൊന്നും മാറണ്ടേ, പക്ഷെ അതിന് പോലും നിവർത്തിയില്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഞാൻ കഴിയുന്നത്. വെള്ളം പോലും ഈ മരുന്ന് കുടിക്കണ പോലെയാണ് കുടിക്കുന്നത്. സത്യം, അങ്ങനെ അത്രയ്ക്കും സൂക്ഷ്മത്തോടു കൂടിയാണ് ഈ വെള്ളം കിട്ടുമ്പോഴത്തേക്കും കഴിഞ്ഞു കൂടുന്ന കാര്യങ്ങളും. ശാന്ത ചേച്ചിയുടെ ഈ ബുദ്ധിമുട്ട് കണ്ടില്ലേ? ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേർ പൂണിത്തുറ മേഖലയിൽ ഉണ്ട്. വെള്ളം തീരെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. പുലർച്ചെ കുറച്ച് ജലം വന്നാലായി. അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ച് ഉറക്കമിളച്ച് വരെ വെള്ളം പിടിക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേർ ഈ മേഖലയിലുണ്ട്. വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 2 വർഷമായിട്ട് ഇവിടെ വെള്ളം ശരിക്കും വരുന്നില്ല. അല്ലെങ്കിൽ തന്നെ 1.5 വെള്ളം ഉള്ളത് ഉറക്കുളച്ച് കാത്തിരിക്കണം. അത് വന്നാലും അദ്ദേഹം കിട്ടേയില്ല. ഞങ്ങൾ വെളുപ്പിനേക്ക് ആകുമ്പോൾ 2 കുടോ 3 പാത്രമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ പൈപ്പ് വെച്ച് തിരിച്ച് മറിച്ചു വിടും. ഇങ്ങനെ താഴെ വെച്ചിട്ട് ചെറിയ പാത്രം ചെറിയത് വരും. അപ്പോൾ ഒരു പാത്രം വെച്ച് കോരി ഒഴിക്കും. ഇങ്ങനെ ഇതാണ് കണ്ടീഷൻ. ചരിച്ചിട്ടേക്കാണ്. ചരിച്ചിട്ടേക്ക് 100 തെറ്റ് വരില്ല. ഇങ്ങനെ വെച്ചാൽ 100 പോലെ വരും. നല്ലാതെ വെള്ളം കിട്ടാറില്ല. ഒക്കെ വെച്ചോട്ടും വരില്ല. ഇതൊരു പൊതു പൈപ്പാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. വെള്ളമില്ല കേട്ടോ, കാറ്റ് മാത്രമാണ് വരുന്നത്. കാറ്റുകൊണ്ട് കാര്യമില്ലല്ലോ, വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടേ. ഇത് ഈ പൈപ്പിലെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ പൈപ്പിലും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു 6-7 മാസമായി നമുക്ക് ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വന്നിട്ട് തന്നെ 1.5 കൊണ്ട് നമുക്ക് ഇവിടെ വെള്ളം വന്നത്. അത് തന്നെ ഇപ്പൊ ഇല്ല. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ടൗൺ പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ പല വീടുകളിലും കിണറുകൾ കുറവാണ്. ഉള്ള കിണറിന്റെ അവസ്ഥ തന്നെ പരിതാപകരവും. ഒരു കിണർ കാട്ടിത്തരാം വാ. ഉള്ള വെള്ളമാണെങ്കിൽ തന്നെ വളരെ മോശം വെള്ളമാണ്. കാരണം ഇവിടെ കിണർ കുത്തിക്കഴിഞ്ഞാൽ അത്തരത്തിൽ മോശം വെള്ളമാണ് കിട്ടുന്നത്. ഏക ആശ്രയം ഈ പൈപ്പ് വെള്ളമാണ്. അതാണെങ്കിൽ കിട്ടാനുമില്ല. ഈ കിണറ്റിലെ വെള്ളമാണെങ്കിൽ ഉപ്പുണ്ട്. വേറെ നമുക്കൊരു മാർഗങ്ങളുമില്ല. വെള്ളം കിട്ടാനുള്ള ഒരു വഴിയുമില്ല. ഇപ്പൊ പൈപ്പിൽ 1.5 കൊണ്ട് വെള്ളം വന്ന പാതിരാക്ക് 12 മണിക്കും 2 മണിക്കൊക്കെ വെള്ളം വന്നാൽ നമുക്ക് ഉറക്കൊളിച്ച് എടുക്കാൻ പറ്റൂല. ഇന്നലെ വെള്ളം വന്നാട്ടെ, ഇന്നില്ല. ഇനിയിപ്പോൾ നാളെ വരുമോന്നറിയില്ല. അപ്പോൾ നാളെയും പണികളഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം എടുക്കാനും പറ്റൂല. നാളത്തെ പണിയും പോകും. വെള്ളം സംഭരിച്ചു വയ്ക്കാൻ വേണ്ടി പണിതിട്ട ടാങ്കാണിത്. പെയിന്റൊക്കെ അടിച്ച് തയ്യാറാക്കി സജ്ജമാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് പണിത ശേഷം ഇന്നേ വരെ ഈ ടാങ്കിൽ വെള്ളം എത്തിയിട്ടില്ല. ഇപ്പോൾ കാണാം ഇതിന്റെ അവസ്ഥ. തീരെ വെള്ളമില്ലാത്ത നിലയിലാണ് കാര്യങ്ങൾ. ഈ പാഴൂരിൽ നിന്ന് വരുന്ന വെള്ളം അത് നെട്ടൂർ വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിൽ ശുദ്ധീകരിച്ച് അവിടെ നിന്ന് തമ്മനത്തെത്തി. തമ്മനത്തിൽ നിന്നായിരുന്നു 1.5 അടം ഈ പ്രദേശത്തേക്ക് വെള്ളം പമ്പ് ചെയ്തിരുന്നത്. ആ ടാങ്ക് തകർന്നതോടുകൂടി മുൻകാലങ്ങളിൽ കുറച്ചെങ്കിലും കിട്ടിയിരുന്ന വെള്ളം ഇപ്പോൾ ഒട്ടും കിട്ടാത്ത തരത്തിലേക്കുള്ള വലിയ ഒരു ദുരാവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. മരടിൽ നിന്ന് ഒരു ഇൻ്റർ കണക്ഷൻ, ഒരു ചെറിയ തോടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് നൽകിയാൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിയും എന്നതാണ് ഞങ്ങൾ കരുതുന്നത്. എന്നാൽ പേട്ടയിലെ പ്രധാന പൈപ്പിൽ നിന്നും പൂണിത്തുറയിലേക്കും മറ്റും പോകുന്ന പൈപ്പിൽ ചില തടസ്സങ്ങളുള്ളതായി സംശയമുണ്ടെന്നും അതാണ് ജലക്ഷാമത്തിന് കാരണമെന്നും വാട്ടർ അതോറിറ്റി പറയുന്നു. ഇത് പരിഹരിക്കാൻ മറ്റൊരു കണക്ഷൻ നൽകുന്നതിനുള്ള നീക്കങ്ങൾ തുടങ്ങി. എന്നാൽ മരടിൽ നിന്നും പൂണിത്തുറയിലേക്ക് ഇന്റർ കണക്ഷൻ നൽകിയാൽ അതും മറ്റു ചില പുതിയ മേഖലകളിൽ
ജലദൗർലഭ്യത്തിന് കാരണമാകുമെന്നും അധികൃതർ വാദിക്കുന്നു. വേനൽ കടുക്കും മുൻപേ ജലദൗർലഭ്യം അനുഭവപ്പെട്ടു തുടങ്ങി. ജലസ്രോതസ്സുകൾ പലതും വറ്റിയെന്നതും വസ്തുതയാണ്. എന്നാൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായാൽ ജനങ്ങൾക്ക് വെള്ളമെത്തിക്കാൻ ജല അതോറിറ്റിക്ക് കഴിയും. പക്ഷേ അത്തരം ഇടപെടലുകൾ ഇല്ല എന്നതാണ് പരാതി. കുടിവെള്ളത്തിനായി പൂണിത്തുറ നിവാസികൾ മുട്ടാത്ത വാതിലുകളില്ല. പക്ഷെ അപ്പോഴും പ്രശ്നപരിഹാരം അകലെ. ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് ഞങ്ങൾ അധികാരികൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കഴിഞ്ഞ ഫെബ്രുവരി മാസം എസ് രാഗിൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ ഈ കണ്ടത്. വേനൽ കൂടി കടുത്തതോടെ എന്താണ് ആ പ്രദേശത്തെ സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. അരുൺ ശങ്കർ അവിടെ നിന്നും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ രാഗിൻ തയ്യാറാക്കിയ ആ റിപ്പോർട്ടാണ്. അതിൽ തന്നെ ആ ടാങ്ക് നിർമ്മിച്ചതല്ലാതെ അതിൽ നിറയ്ക്കാൻ വെള്ളം വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അന്തരീക്ഷ താപനില ഇത്രയും ഉയർന്ന സ്ഥിതിക്ക് ഇപ്പോൾ എന്താണ് അവസ്ഥ അവിടെ? അവസ്ഥയ്ക്കൊരു മാറ്റമില്ല. അവസ്ഥ കൂടുതൽ രൂക്ഷമായി എന്ന് തന്നെ പറയേണ്ടി വരും. കൊച്ചി കോർപ്പറേഷനിലെ വൈറ്റില വാർഡിൽ, അതായത് കൊച്ചി കോർപ്പറേഷന്റെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പൂണിത്തുറ പ്രദേശത്തെ ജനങ്ങൾക്കാണ് ഈ പ്രതിസന്ധി ഉള്ളത്. കഴിഞ്ഞ കുറച്ച് 1-2 വർഷങ്ങളായിട്ട് തന്നെ ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് അവർ പറയുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അമ്മ, കഴിഞ്ഞ 2 മാസം മുമ്പ് ഇവിടുത്തെ വെള്ളപ്രശ്നം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പം എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, അതേപോലെ വെള്ളം വരുന്നില്ല. 2 വർഷമായി വെള്ളം വന്നിട്ട് ഈ ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന വെള്ളം മാത്രം വരുന്നുണ്ട് എപ്പോഴെങ്കിലും. അതെപ്പോഴും ഇല്ല. ബുദ്ധിമുട്ടാണ്. എന്ത് 2 മാസം മുമ്പ് ഇതായിരുന്നു സ്ഥിതി? 2 വർഷം മുമ്പ് ഇതായിരുന്നു സ്ഥിതി? അതെ, ഇതുപോലെ തന്നെയായിരുന്നു. ഇവിടെ ഇപ്പൊ പൈപ്പിൽ വെള്ളം എങ്ങനെ ടാങ്കറിൽ അടിച്ചാണോ? കിണറിലെ വെള്ളം പാടിയിലായി. അതിന് എന്തെങ്കിലും ചെയ്താലേ വരുള്ളൂ തോന്നുന്നു. ഇപ്പൊ കുറച്ച് വരുന്നുണ്ട്. ആ കിണറിലെ വെള്ളമാണ് എടുക്കുന്നത്. ഇപ്പൊ ഈ ടാങ്കർ ലോറിയിൽ വരുന്ന വെള്ളം കിട്ടിയാൽ അത് എടുക്കുന്നുണ്ട്. വെള്ളം ഏതാ സമയത്ത് വരാറുണ്ടോ ടാങ്കറിൽ? എപ്പോഴും ഇല്ല. ഇതിലൊക്കെ പറയുമ്പോൾ ഇവിടെയും കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. കണ്ടില്ലേ, 2 മാസം മുമ്പ് നമ്മൾ ചെയ്ത റിപ്പോർട്ട് കണ്ടിരുന്നു. അതിൽ നിന്ന് ഒരു തരത്തിലുള്ള മാറ്റവുമില്ലെന്നുള്ളതാണ് ഇവിടുത്തെ താമസക്കാർ പറയുന്നത്. ചേട്ടൻ ഇവിടെ കൗൺസിലറാണല്ലോ, എന്താണ് ഇത് മാറ്റം വരാത്തത്? 2 വർഷമായിട്ട് ഈ കൊച്ചി നഗരസഭയുടെ തെക്കേറ്റമായിട്ടുള്ള പൂണിത്തുറയിൽ അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമമാണ്. കഴിഞ്ഞ 2025 നവംബർ 10-ാം തീയതി കൂടി ഇങ്ങോട്ട് വെള്ളം സപ്ലൈ ചെയ്തിരുന്ന തമ്മനം വാട്ടർ ടാങ്കിൻ്റെ ഒരു ഭാഗം തകർന്നു. അതോടുകൂടി കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി. അതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ? അതിൻ്റെ മുമ്പ് രൂക്ഷമായിരുന്നു. അല്ലെങ്കിൽ വല്ലപ്പോഴും കുറേശ്ശെ കിട്ടിയിരുന്നതാണ്. ഇതിപ്പോൾ അതുപോലും കിട്ടാത്ത സാഹചര്യമായി. ശരിക്കും ഇത്തരം സാഹചര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ വാട്ടർ ടാങ്ക് നിർമ്മിക്കേണ്ടതാണ്. പക്ഷെ ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട ഒരു നടപടികളും ആരംഭിച്ചിട്ടില്ല. അപ്പോൾ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം തുടരുകയാണ്. അനുഭവിച്ചോട്ടെന്നുള്ളതാണോ അധികാരികളുടെ നിലപാട്? പലപ്പോഴും അധികാരികളെന്ന് പറഞ്ഞാൽ മന്ത്രിതലത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകളോട് നിരന്തരമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. MLA ഇടപെട്ട് മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ സമയത്തെല്ലാം പരിഹരിക്കാമെന്ന് പറയുന്നതിനപ്പുറം ഒരു പരിഹാരവും ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നില്ല. വളരെ എളുപ്പത്തിൽ നമുക്കറിയില്ല, ഇത് കൊച്ചി നഗരസഭയുടെ ഈ വാലറ്റമാണിത്. ഇതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്താണ് മരട് മുനിസിപ്പാലിറ്റി ഉള്ളത്. മരട് മുനിസിപ്പാലിറ്റിയിൽ 24/7 എന്ന രീതിയിൽ ഇടതടവില്ലാതെ വെള്ളം കിട്ടിയ ഞങ്ങളുടെ ഈ ഭാഗത്ത് 1.5 വെള്ളം. ഒരു തോടിൻ്റെ വ്യത്യാസമുള്ളൂ. ഞങ്ങൾക്കൊരു ഇൻ്റർ കണക്ഷൻ അവിടെ നിന്ന് നൽകണമെന്നുള്ള ആവശ്യം, ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ നിരന്തരമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചു വരികയാണ്. ഞങ്ങൾക്ക് അഡീഷണൽ വെള്ളം വേണ്ട. ഞങ്ങൾക്ക് മരട് ടാങ്കിൽ നിന്ന് തമ്മനത്തേക്ക് സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിന്റെ ആ ഒരു ഭാഗം മാത്രം ഞങ്ങൾക്ക് നൽകിയാൽ. തീർച്ചയായിട്ടും ഇവർ തന്നെ പരിഹാര മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട്. ആ പരിഹാര മാർഗ്ഗങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കും. പക്ഷെ ഇവർ പറയുന്നത് ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇതുവരെ ഇടതടവില്ലാത്ത വെള്ളം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ 2 സമയത്ത് ഇവർക്ക് വെള്ളം ഇഷ്ടം പോലെ കിട്ടിയിരുന്നു. അത് ചേട്ടൻ പറയും അല്ലേ? നിങ്ങൾ പറയുന്നതിനകത്ത് ഒരു കള്ളത്തരമുണ്ട്. നിങ്ങൾക്ക് 2 തവണ ഇടതടവില്ലാതെ വെള്ളം കിട്ടി. അത് എന്നായിരുന്നു? ഒന്ന് കോർപ്പറേഷൻ ഇലക്ഷൻ കാലത്ത് ഒരാഴ്ച വെള്ളം വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കാലത്തും വെള്ളം പവർ കൂട്ടി കുറച്ച് വന്നിരുന്നു. പക്ഷേ നിർഭാഗ്യവശം കൊണ്ട് ഈ പേട്ട ജംഗ്ഷനിൽ ഒരു 4 സ്ഥലത്ത് പൈപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ ആ വെള്ളം വേണ്ട സ്ഥലത്ത് എത്താൻ സാധിച്ചു. വേണമെന്ന് വെച്ചാൽ ഇവിടെ വെള്ളം എത്തിക്കാം. അതാണ് അതിന്റെ പ്രൂഫ്. അപ്പോൾ നമുക്ക് ഇന്റർ കണക്ഷൻ വേണം എന്ന് പറഞ്ഞാൽ പൊന്നൂരിന് ഇന്റർ കണക്ഷൻ, പേട്ട ഇന്റർ കണക്ഷൻ കിട്ടിയാലേ നമുക്ക് വെള്ളം കിട്ടുള്ളൂ എന്നൊക്കെയാണ് അധികാരികൾ പറയുന്നത്. അപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് ഇതിൽ നിന്നും തെളിവാണ്.
ഇത് തന്നെയാണ്, അതായത് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് 24 മണിക്കൂർ വെള്ളം കൊടുക്കാമെന്നുള്ളതിന്റെ തെളിവാണ് ഇലക്ഷൻ സമയത്ത് നിങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ട് അവരെന്തായാലും വെള്ളം തന്നു. എക്സാക്ട്ലി, അത് തന്നെ ഞങ്ങൾ ഫേസ് ചെയ്ത ഇഷ്യൂ ഇത് തന്നെയാണ്. അവർക്ക് ശരിക്കും വെള്ളം സപ്ലൈ ചെയ്യാം, ആവശ്യത്തിൽ തന്നെ സപ്ലൈ ചെയ്യാം. പക്ഷെ ഒരിക്കലും എന്താ പറയുക, ചോദിക്കുമ്പോൾ ഒരു വേറെ ആൻസർ പറയും. പക്ഷെ എന്തെങ്കിലും പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ ഇഷ്യൂ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി അവർ വെള്ളം സപ്ലൈ ചെയ്യും. നമ്മളൊന്നും ചോദിക്കണ്ട, അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു കംപ്ലൈൻറ്റും ഇല്ല. എങ്ങനെ നിങ്ങൾ വീട്ടിലെ ജോലിയൊക്കെ എങ്ങനെ പ്രതിസന്ധിയാക്കും? ഇപ്പോൾ പ്രതിസന്ധി ഭയങ്കരമാണ്. ഇന്നലത്തെ അമ്മ 3 പാത്രത്തിലാണ് മഴവെള്ളം എടുത്ത് വെച്ചത്. കിണറ്റിലെ വെള്ളം എടുക്കാന്ന് വെച്ചാൽ ചോറ് കയറ്റിയാവും. അപ്പം മഴവെള്ളത്തിലെങ്കിലും നീറ്റാക്കിയിട്ട് എടുത്ത് നോക്കാമെന്നും പറഞ്ഞ് ഇന്നലത്തെ അമ്മ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കടയാണ്, ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും തിരിഞ്ഞ് നോക്കാൻ പറ്റാറില്ല. 1 മാസം കൂടുതലായി ഞങ്ങൾക്ക് ടാങ്കറിൽ വെള്ളം കിട്ടിയിട്ട്. നമ്മുടെ സെയിം അവസ്ഥ തന്നെയാണ്. നിർത്തി വെള്ളം വന്നിട്ട് കുറേ കാലങ്ങളായി. ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ സമയത്ത് കുറച്ച് നേരം വിടും, പിന്നോട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് ബഹുമാനപ്പെട്ട കൗൺസിലറെ കുറച്ചുനാൾ വെള്ളം കൊടുക്കാൻ കഴിഞ്ഞു എങ്കിൽ പിന്നീട് അങ്ങോട്ട് കൊടുക്കാൻ കഴിയാത്തതല്ല, കൊടുക്കാത്തതാണ്. എന്തിനായിരിക്കും ഇവരോട് ഇത്തരത്തിലൊരു നടപടി? ഈ പൈപ്പ് ഇടുമ്പോഴെങ്കിലും 1 വർഷം മുന്നേ ഇവിടെ ഈ പൈപ്പ് ഇട്ടു. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇലക്ഷൻ സമയത്ത് ഇവർക്ക് വെള്ളം കൊടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ മറ്റു സമയങ്ങളിൽ വെള്ളം കൊടുക്കുന്നതിന് എന്താണ് പ്രയാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അധികാരികളാണ് അതിനകത്ത് മറുപടി പറയേണ്ടത്. പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു അല്ലേ? നിങ്ങൾ പല പ്രക്ഷോഭങ്ങളും നടത്തിയില്ലേ? കടവന്തറയിലെ വാട്ടർ അതോറിറ്റിയിലും എറണാകുളത്തുള്ള വാട്ടർ അതോറിറ്റി ഓഫീസിലൊക്കെ ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയായിരുന്നു. നിരന്തരമായിട്ട് നമ്മൾ വീണ്ടും വെള്ളം കിട്ടിയില്ല, സമരം നടത്തുമെന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ ഇതുപോലെ ചാനലുകാരെയൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ എന്നാലും വെള്ളത്തിനൊരു പരിഹാരമില്ല. അപ്പൊ ഈ ടാങ്കറിലെ വെള്ളം മാത്രമാണ് ഇപ്പൊ ഒരു പ്രതീക്ഷ. ഞങ്ങൾ 2 മാസം മുമ്പ് വന്ന് ഇവിടുത്തെ ഈ പ്രതിസന്ധി റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 മാസത്തിന് ശേഷവും ഇത് തന്നെയാണ് അവസ്ഥ. ഇനി 2 മാസം കഴിയുമ്പോഴും വന്ന് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമോ? വേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. കാരണം ചേഞ്ച് വരില്ലല്ലോ, പഴയ പോലെ തന്നെ അങ്ങനെ നടക്കുക. പുറകില് ഒരു പുഴയാണ് ഒഴുകുന്നത്. വെള്ളം ഇതിന്റെ ചുറ്റോട്ടം വെള്ളമാണ്. ചുറ്റോട്ടം വെള്ളമാണ്, ഈ വാട്ടറില്ല, കോർപ്പറേഷൻ്റെ വെള്ളമില്ല. ഇത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിലാണ് തോന്നുന്നത്, ഇവിടെ ഈ കുടിവെള്ളം കിട്ടാത്ത ഇട റോഡുകളിലേക്ക് നേരിട്ട് വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പേട്ട ജംഗ്ഷനിൽ നിന്ന് ഒരു 6 ഇഞ്ച് പൈപ്പ് ഇട്ടു. അത് ഇവിടെ ഈ പകുതിയായപ്പോൾ ആ പൈപ്പ് ഇടൽ നിർത്തിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ അതെന്തോ ബജറ്റ് ഇഷ്യൂ ആണ്. ബാലൻസ് ഉണ്ടായിരുന്ന ബജറ്റിലാണ് ആ പൈപ്പ് ഇട്ട് വെച്ചത്. അപ്പോൾ ചില പ്രാദേശിക പ്രശ്നങ്ങൾ കാരണം അത് നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോൾ അത് ഇപ്പോൾ 40 ലക്ഷം രൂപ മണ്ണിൻ്റെ അടിയിൽ വെറുതെ വേസ്റ്റായി കിടക്കുക. അത് പൂർത്തീകരിക്കുക. ആ പൈപ്പ് അടുത്ത റോഡ് എൻഡ് വരെ കൊടുത്തിട്ട് വെള്ളം കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് ഒരു തടസ്സമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പേട്ട ടു ജവഹർ റോഡ് വരെ അവിടെ ഒരു 10 ഇഞ്ച് പൈപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ പൈപ്പിലേക്ക് കണക്ഷൻ കൊടുക്കാവുള്ളൂ എന്നാണ് മറ്റ് അസോസിയേഷൻകാരും. അങ്ങനെ ആയിരുന്നു ആദ്യത്തെ പ്രപ്പോസൽ. അത് തന്നെയായിരുന്നു. അത് അന്ന് MLA കഴിഞ്ഞ 25 മാർച്ചിൽ ഒരു MLA മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ അതിന്റെ ഫോളോ അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. മീറ്റിംഗ് ഒക്കെ വിളിക്കുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ടല്ലേ. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫോളോ അപ്പിന് ആരുമില്ല. എന്തായി എന്ന് ചോദിക്കാൻ പോലും ആരും ചോദിച്ചു. നിങ്ങളൊക്കെ ജോലിക്കാരായിരിക്കുമല്ലോ, രാവിലെ പോകുന്നതായിരിക്കും, പിന്നെ വൈകിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഇത് വേറൊരെന്ന് വെച്ചാൽ ഈ അതോറിറ്റിക്ക് എന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിയിലുള്ളവർ തന്നെ പറയുന്നത് ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് പോരാന്നാണ്. നമുക്ക് അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. എത്ര രാഷ്ട്രീയക്കാര് കൂട്ടായിട്ടും അസോസിയേഷനിൽ കൂട്ടായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആഴ്ച ഇലക്ഷൻ വന്നതിനേക്ക് വെള്ളം കിട്ടും. അതാണ് ഇപ്പൊ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതെ, അതിനാണ് ഇപ്പൊ പ്രാർത്ഥനയെ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണോ ഈ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഈ മനുഷ്യരെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയാണോ ഇവരൊക്കെ ചെയ്യുന്നതെന്ന് തോന്നിപ്പോകുന്നു? അത് തന്നെ ആയിരിക്കണം. ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കൗൺസിലറോട് ചോദിക്കാം. അല്ലാതെ ഇത് പിന്നെ രാഷ്ട്രീയ കളിയല്ല, പക്ഷെ ഈ ഉദ്യോഗസ്ഥരുടെ കളിയാണ് തോന്നുന്നത് ഇല്ലേ? എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലേ? അതിനകത്ത് ഗവൺമെന്റിന്റെ ഒരു ഇച്ഛാശക്തി ഇവിടെ ഉണ്ടാകേണ്ടതാണ്. കാരണം പറഞ്ഞല്ലോ, തമ്മനം ടാങ്ക് തകർന്നപ്പോൾ അത് വളരെ നേരത്തെ തന്നെ അത് പണി പൂർത്തീകരിക്കേണ്ടതാണ്. പക്ഷെ അവിടെ ഒരു രീതിയിലും ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ലല്ലോ. അതോടൊപ്പം തന്നെ എല്ലാവരും ഈ പറയുന്ന പോലെ പ്രതിഷേധത്തിന്റെ മുന്നിലുണ്ട്. എല്ലാവരും സാങ്കേതികത്വമല്ലേ പറയുന്നത്? സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറുകയാണ്. ഓരോ സമയത്തും ഞങ്ങൾ സമരം നടത്തും, മിനിസ്റ്ററെ കാണും, ഉദ്യോഗസ്ഥന്മാരെ കാണും, മെമ്മോറാണ്ടം എല്ലാം കൊടുക്കും. അതെല്ലാം ഇപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞു പോകുന്നതിനപ്പുറം പിന്നെ അതിനുശേഷം ഒരു നടപടികളും എടുക്കുന്നില്ല. വളരെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും. ഇപ്പൊ വേനലായതുകൊണ്ട് കിണറുകളൊക്കെ വറ്റിയില്ലേ?
അല്ല, ഒന്നും ഇവിടുത്തെ കിണറുകൾ നമുക്ക് ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം സപ്ലൈ ചെയ്തത് മുതലേ നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള കിണറുകളാണെങ്കിലും കുളങ്ങളാണെങ്കിലും എല്ലാം അത് ഉപയോഗിക്കാതെ നശിച്ചു പോയി. അതുമാത്രമല്ല ഈ പുഴ, തൊട്ടിപ്പുറത്തുള്ള പുഴ, അതിപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ ഉപ്പാവും. അതുകൊണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം കിണറിലാണെങ്കിലും കുളങ്ങളിലാണെങ്കിലും ഉപ്പുവെള്ളം വരും. മറ്റ് പ്രകൃതിദത്തമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നിലച്ചുപോയി. അതുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തെ മാത്രമാണ് എല്ലാ കാര്യങ്ങളിലും ഈ പ്രദേശത്തെ ജനങ്ങൾ ആശ്രയിക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ജീവിതം വഴിമുട്ടും എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന് എന്താണ് ഇവരോട് പറയാൻ നമുക്ക് കഴിയുന്നതെന്ന് അറിയില്ല. കാരണം അധികാരികൾ തന്നെയാണ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത്. അവർ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല. വർഷങ്ങളായി, 1-2 വർഷമായിട്ട് ഇവരുടെ അവസ്ഥ ഇതാണ്. 2 മാസം മുമ്പ് നമ്മൾ വന്നപ്പോഴും സമാന അവസ്ഥയായിരുന്നു. ആ അവസ്ഥയ്ക്ക് ഒരു തരത്തിലുള്ള മാറ്റമുള്ളത് കൂടുതൽ രൂക്ഷമായി. വേനൽ കടുത്തത് കൊണ്ട് കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. വല്ലപ്പോഴും എത്തുന്ന ടാങ്കറിൽ നിന്നാണ് അവർ ആവശ്യത്തിന് വേണ്ടിയുള്ള വെള്ളം ശേഖരിക്കുന്നത്. പൈപ്പിൽ വെള്ളം എത്തുക എന്നുള്ളത് അതൊരു സ്വപ്നം മാത്രമാണ്. പക്ഷേ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല, വെള്ളം കൃത്യമായിട്ട് എത്തുന്നു. അത് ഇനി ഇവർ പറയുന്നത് ഇനിയും എല്ലാ ആഴ്ചയും ഇലക്ഷൻ വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആഴ്ചയും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അത് മാത്രമാണ് പരിഹാരം. അതിനപ്പുറത്തേക്ക് എന്ത് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം MLA മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്, മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, കോർപ്പറേഷൻ ആവർത്തിച്ച് അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താനായി വാർത്ത ചെയ്യാം എന്നത് മാത്രമാണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട്. അരുൺ ശങ്കറാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.